മാർച്ച് 8 ഇന്റർനാഷണൽ വിമൻസ് ഡേ ആണല്ലോ. സ്ത്രീകളാണ് ഒരു കുടുംബത്തിന്റെ നെടുംതൂൺ. അവരുടെ ആരോഗ്യം തീർച്ചയായും സമൂഹത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്ത്രീകളിലുണ്ടാവുന്ന അർബുദത്തെപ്പറ്റി ബോബൻ സാർ എന്താണ് പറയാനുള്ളത്? ഡോക്ടർ അജയ് അത് പറഞ്ഞത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. കാരണം ഒരു കുടുംബത്തിൻ്റെ നെടുന്തൂൺ എന്ന് പറയുന്നത് സ്ത്രീകൾ തന്നെയാണ്. പുരുഷന്മാരിൽ ക്യാൻസർ വരും, സ്ത്രീകളിലും ക്യാൻസർ വരും. പക്ഷേ ആ ക്യാൻസറിൻ്റെ സ്വഭാവത്തിൽ തന്നെ പല പല വ്യത്യാസമുണ്ട്. സ്വഭാവത്തിലുണ്ടാകുന്ന വ്യത്യാസം പോലെ തന്നെ ആ ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന ക്യാൻസർ ആ കുടുംബത്തിൻ്റെ എക്കോസിസ്റ്റത്തിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതും വ്യത്യസ്തമാണ്. സ്ത്രീകളിലുണ്ടാകുമ്പോൾ അത് കൂടുതൽ ഇമ്പാക്റ്റ് ആ കുടുംബത്തിൽ പലപ്പോഴും ഉണ്ടാക്കാറുണ്ട്. കാരണം അവർ ഒരു കുടുംബത്തിൽ കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഉള്ളതുകൊണ്ട്. സ്ത്രീകളിലുണ്ടാകുന്ന ക്യാൻസറുകളുടെ എണ്ണത്തിലും ആ ഒരു സ്വഭാവത്തിലും കഴിഞ്ഞ ഒരു ഡെക്കേഡായിട്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, സ്ത്രീകളിലുണ്ടാകുന്ന ക്യാൻസറുകൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ബ്രസ്റ്റ് ക്യാൻസറാണ്. എണ്ണത്തിലുണ്ടായിട്ടുള്ള മാറ്റം മാത്രമല്ല, സ്വഭാവത്തിൽ പോലും മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഇപ്പോൾ പ്രായം ചെന്ന സ്ത്രീകളിൽ ആ പ്രായത്തിൽ പോലും വളരെ അഗ്രസീവായിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസറുകൾ കാണുന്നു. അപ്പോൾ സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സ്ത്രീകളിൽ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ രണ്ടാമത് വരുന്നത് എൻഡോമെട്രിയൽ ക്യാൻസർ. അത് പലപ്പോഴും യൂട്രസിലുണ്ടാകുന്ന ക്യാൻസർ. അത് പലപ്പോഴും ആൾക്കാർ ഇഗ്നോർ ചെയ്തിട്ടുള്ള അത്രയും പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്നതാണ്. പക്ഷേ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ എണ്ണം കൂടിയതുപോലെ തന്നെ ഈ എൻഡോമെട്രിയം യൂട്രസിലുണ്ടാകുന്ന സ്ത്രീകളുടെ ക്യാൻസറിലും വ്യത്യാസം കാണുന്നുണ്ട്. അതിൽ തന്നെ കുറച്ചും കൂടെ കൂടുതൽ അഗ്രസീവായിട്ടുള്ള പാറ്റേൺസ് കുറച്ചും കൂടി കൂടുതലായിട്ട് കാണുന്നുണ്ട്. മൂന്നാമത് സ്ത്രീകളിലുണ്ടാകുന്ന ക്യാൻസർ ഓവേറിയൻ ക്യാൻസറാണ് നമ്മുടെ നാട്ടിൽ. ഓവറിയൻ ക്യാൻസർ നമുക്കറിയാം, അതൊരു സൈലന്റ് കില്ലറാണ്. കാരണം പലപ്പോഴും അത് ഡയഗ്നോസ് ചെയ്യുന്നത് വളരെ അഡ്വാൻസ് സ്റ്റേജിലായിട്ടാണ്. തേർഡ് സ്റ്റേജ്, ഓൾമോസ്റ്റ് ഫോർത്തിൻ്റെ തൊട്ട് താഴെയുള്ള സ്റ്റേജിലാണ് കാണുന്നത്. അതും അതിൻ്റെ എണ്ണവും കൂടിയിട്ടുണ്ട്. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ കാണുന്ന സെർവൈക്കൽ ക്യാൻസർ, അതും നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കേരളത്തിൽ അതിൻ്റെ ഇൻസിഡൻസ് കുറവാണ്. അത് നമ്മുടെ പേഴ്സണൽ ഹൈജീൻ, നമ്മൾ നന്നും പറഞ്ഞ പോലെ സെക്ഷൽ ഹൈജീൻ, ഇതൊക്കെ കൊണ്ടായിരിക്കും. പിന്നീട് ഒരു ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡിലുണ്ടാകുന്ന ക്യാൻസറാണ്. അതിന് പലപ്പോഴും പേരിൽ മാത്രമേ ഉള്ളൂ ക്യാൻസർ ഉള്ളൂ. മജോറിറ്റി ക്യാൻസേഴ്സും അത്ര അഗ്രസീവ് അല്ലെങ്കിൽ പോലും ആ ക്യാൻസർ നമ്മുടെ ഇവിടെയുണ്ട്. അജയ്, ഇപ്പം നമ്മളിപ്പോൾ സ്ത്രീകളിലുണ്ടാകുന്ന ക്യാൻസറുകളെ പറ്റി പറഞ്ഞു. ഈ ഒരു ക്യാൻസറിൻ്റെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ പുരുഷന്മാരിൽ അപേക്ഷിച്ച് സ്ത്രീകളിലുണ്ടാകുന്ന ക്യാൻസറിൽ നമുക്ക് കുറച്ചും കൂടി സ്ക്രീനിങ്, അതായത് നേരത്തെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനെപ്പറ്റി അജയ്ക്ക് എന്താണ് തോന്നുന്നത്? പലപ്പോഴും ഉയർന്ന സ്റ്റേജിലാണ് സ്ത്രീകൾ നമ്മളെ കാണാനായിട്ട്, ഉയർന്ന സ്റ്റേജിലുള്ള അർബുദവുമായിട്ടാണ് പലപ്പോഴും നമ്മൾ കിട്ടുന്നത്. പല കാരണങ്ങളുണ്ടാവാം അതിനകത്ത്. അതിൽ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി അസുഖത്തെ പറ്റിയിട്ടുള്ള അവയർനെസ്സിൻ്റെ കുറവും, അതുപോലെ തന്നെ സ്ക്രീനിങ് മൊഡാലിറ്റികളെ പറ്റി, അസുഖം മുൻകൂട്ടി കണ്ടുപിടിക്കാനുള്ള രീതികളെ പറ്റിയുള്ള അവബോധത്തിൻ്റെ കുറവുമാണ്. പ്രധാനപ്പെട്ട സ്ത്രീകളിൽ കാണുന്ന 2 ക്യാൻസറുകൾ, രണ്ടിനും കൃത്യമായിട്ടുള്ള സ്ക്രീനിങ് മൊഡാലിറ്റീസ് ലഭ്യമാണ്. അവ നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസറും അതുപോലെ സെർവിക്കൽ ക്യാൻസറുമാണ്. ബ്രസ്റ്റ് ക്യാൻസറിന് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മാമോഗ്രാഫി അവൈലബിൾ ആണ്. സെർവിക്കൽ ക്യാൻസറിനാണെങ്കിൽ ക്യാൻസർ സ്ക്രീനിങ് ബൈ പാപ്പ് സ്മിയർ ആവാം, അല്ലെങ്കിൽ HPV DNA ടെസ്റ്റിങ്ങിലൂടെ ഉള്ള സ്ക്രീനിങ് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഇത് രണ്ടും തീർച്ചയായും ഒരു 35-40 വയസ്സിന് ശേഷമുള്ള സ്ത്രീകളിൽ അവരുടെ പ്രായത്തിനും റിസ്ക്കും അനുസരിച്ച് അവർക്ക് വേണ്ടി ടൈലർ മെയ്ഡ് ആയിട്ടുള്ള സ്ക്രീനിങ് പ്രോഗ്രാം നമ്മൾ തീർച്ചയായും അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. സ്ത്രീകളിലുണ്ടാകുന്ന യൂട്രസിലുണ്ടാകുന്ന ക്യാൻസറും ഓവറിയിലുണ്ടാകുന്ന ക്യാൻസറും ഇതിന് ഫലപ്രദമായിട്ടുള്ള ഒരു സ്ക്രീനിങ് ഉണ്ടോ? ഒരു നോർമൽ റിസ്കിലുള്ള ഒരു സ്ത്രീക്ക് ഈ 2 ക്യാൻസറുമായി ബന്ധപ്പെട്ട സ്ക്രീനിങ് അവൈലബിൾ അല്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അതിൻ്റെ ലക്ഷണങ്ങൾ വളരെ നേരത്തെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഉദാഹരണമായി എൻഡോമെട്രിയൽ ക്യാൻസറിൻ്റെ ആദ്യത്തെ ലക്ഷണം തന്നെ ബ്ലീഡിംഗ് ആണ്. അതായത് മാസമുറ നിന്നതിന് ശേഷം ഉണ്ടാകുന്ന ബ്ലീഡിംഗ്, അതാണ് എൻഡോമെട്രിയൽ ക്യാൻസറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. അത് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന, ഇഗ്നോർ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാരണമാണ്. അപ്പം അങ്ങനെ കണ്ടുപിടിക്കുന്നതിലൂടെ പലപ്പോഴും എൻഡോമെട്രിയൽ ക്യാൻസർ അങ്ങനെ വരുന്ന രോഗികളിൽ ഏർലി സ്റ്റേജിൽ, സ്റ്റേജ് 1 തന്നെ പലപ്പോഴും കാണാറുണ്ട്. അതായത് മാസമുറ തീർന്നതിന് ശേഷം ഉണ്ടാകുന്ന ബ്ലീഡിംഗ്, സ്പോട്ടിംഗ് ഉണ്ടായാൽ പോലും അത് നോക്കേണ്ടതായിട്ടുള്ളതാണ്. നമ്മൾ ഈ ഡിസ്കഷൻ തുടങ്ങിയപ്പോൾ നമ്മൾ രണ്ടുപേരും ആദ്യം പറഞ്ഞത് സ്ത്രീകളാണ് കുടുംബത്തിൻ്റെ നെടുന്തൂൺ എന്നുള്ളതാണ്. അതിൻ്റെ ഒരു വേറെ വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അവരുടെ ആരോഗ്യത്തെ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഭർത്താവിൻ്റെ കാര്യവും അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യം, കുട്ടികളുടെ വിദ്യാഭ്യാസം, കുട്ടികളുടെ വിവാഹം, അവരുടെ മക്കളുടെ കാര്യം, ഇങ്ങനത്തെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് സ്ത്രീകൾ അവരുടെ ആരോഗ്യത്തെ പ്രയോറിറ്റിയിൽ നിന്ന് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഇഷ്യൂ കൊണ്ടാണ് പലപ്പോഴും നമ്മൾ കാണുന്നത് ആ ഒരു സ്റ്റേജ് നമുക്ക് എയർലി സ്റ്റേജിൽ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ചികിത്സിച്ച് ഭേദമാക്കാവുന്ന പല ക്യാൻസറുകൾ പോലും അത് അഡ്വാൻസ് സ്റ്റേജിലാകുന്നത് അവരുടെ ആരോഗ്യത്തെ ഇഗ്നോർ ചെയ്തുകൊണ്ടാണ്. അപ്പം ഞങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ളത്, നിങ്ങളുടെ ജീവൻ വളരെ പ്രാധാന്യമുള്ളതാണ്. നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ കുടുംബത്തിനും ഈ സമൂഹത്തിനും വളരെ പ്രാധാന്യമുള്ളതാണ്. നിങ്ങൾക്കുണ്ടാകുന്ന ചെറിയ ബുദ്ധിമുട്ടുകൾ, ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാതെ വിദഗ്ധമായിട്ടുള്ള പരിശോധന ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ഇന്റർനാഷണൽ വിമൻസ് ഡേയിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. താങ്ക് യു. SP Medifort, you first, always.